കോഴിക്കോട്ടേക്ക് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് സൗദി എയർലൈൻസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ സന്തോഷത്തിലാണ് പ്രവാസികൾ. 5 വർഷത്തിന് ശേഷമാണ് സൗദി എയർലൈൻസിന്റെ സർവീസ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുന്ന സർവീസിൽ ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നു. മിഷാൽ, 5 വർഷത്തിന് ശേഷമാണ് സർവീസ് ആരംഭിക്കുന്നത്. പ്രവാസികളുടെ ആശ്വാസം, സന്തോഷം എത്രത്തോളമാണ്? മറ്റു വിവരങ്ങളും. ധന്യ, സൗദിയിലെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻ്റെ ഔദ്യോഗിക ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് സൗദിയിലെ മലയാളികളായ പ്രവാസികളടക്കമുള്ളത്. ആഴ്ചയിൽ 3 സർവീസുകളായിരിക്കും ഈ ഒരു പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആഴ്ചയിൽ 3 സർവീസുകളായിരിക്കും നൽകുക. ഫെബ്രുവരി 1 മുതലായിരിക്കും ഈ ഒരു സർവീസ് ആരംഭിക്കുക. റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. പുലർച്ചെ ഫെബ്രുവരി 1 പുലർച്ചെ കരിപ്പൂരിൽ എത്തും വിധമായിരിക്കും ഈ ഒരു സേവനം നൽകുക. നിലവിൽ ഫ്ലൈനാസ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാനങ്ങളാണ് റിയാദിൽ നിന്നും കാലിക്കറ്റിലേക്ക് സേവനം നൽകുന്നത്. ഈ ഒരു മേഖലയിലേക്ക് അതല്ലെങ്കിൽ ഈ ഒരു സേവനം നൽകുന്ന കമ്പനികൾക്കിടയിലേക്ക് സൗദി എയർലൈൻ കൂടി കടന്നു വരുന്നതോടെ തീർച്ചയായും ഈ ഒരു മേഖലയിൽ മത്സരം കടുക്കും. ഇത് പ്രവാസികളായ യാത്രക്കാർക്കടക്കം വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, മത്സരം കടുക്കുന്ന സാഹചര്യത്തിൽ യാത്രാ നിരക്ക് കുറക്കാനും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങൾ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കമ്പനികൾ തീർച്ചയായും നിർബന്ധിതരാകും. ഇത് പ്രവാസികളായ മലയാളികൾക്കടക്കം ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി എയർലൈൻ ജിദ്ദ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് സേവനം നൽകിയിരുന്നു. കരിപ്പൂർ റൺവേ അപകടവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു സേവനം നിർത്തലാക്കിയത്. മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയും ഈ ഒരു സേവനം നീണ്ടുപോയി. എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി 1 ഈ ഒരു സേവനം പുനരാരംഭിക്കുമെന്ന സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കൊച്ചി, മുംബൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് നിലവിൽ സൗദി എയർലൈൻ സേവനം നൽകുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോൾ ഫെബ്രുവരി 1 ആരംഭിക്കാനിരിക്കുന്ന സർവീസിൻ്റെ ടിക്കറ്റുകൾ നിലവിൽ ഓൺലൈനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജിദ്ദയിൽ നിന്നുകൂടി കരിപ്പൂരിലേക്കുള്ള സേവനം മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്നൊരു വാർത്തയും ഇതോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സേവനം കൂടി ആരംഭിക്കുകയാണെങ്കിൽ, ഇതുകൂടി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായും മലയാളികളായ പ്രവാസികൾക്ക് സൗദി എയർലൈൻ നൽകുന്ന ഇരട്ടി മധുരം തന്നെയായിരിക്കും.